ഒരു വാഹനത്തിനുള്ളിൽ നമുക്ക് AC കൃത്യമായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു രീതിയിലായിരിക്കണം നമ്മൾ മോഡുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. അതായത് നിങ്ങളുടെ വാഹനത്തിൽ നോക്കിയാൽ മതി, ഇതുപോലുള്ള ഓരോ ആരോകൾ കാണും. അതായത് നമ്മൾ ഈ ഒരു ആരോ കണ്ടില്ലേ, ഇതിന് നേരെ ഇരിക്കണം. അല്ലാതെ നിങ്ങൾ ഇങ്ങനെ ഒന്നും വെച്ച് കളയരുത്. ഈ ഒരു രീതിയിൽ ഇങ്ങനെ വെക്കുക. അതേപോലെ തന്നെ നമ്മൾ ഇവിടെ ഇത് കണ്ടില്ലേ, ഇവിടെ നമുക്ക് ഈ ഒരു ആരോ ഈ നീരയുടെ ഇങ്ങേ അറ്റത്തായിരിക്കണം, ഇങ്ങനെ ഇരുന്ന് കളയരുത്, ഈ ഒരു അറ്റത്തായിരിക്കണം. അതേപോലെ തന്നെ ഇത് കണ്ടില്ലേ, രണ്ട് കാറിന്റെ പടങ്ങൾ കാണും. ഒന്ന് ഉള്ളിലൂടെ ഒരു റൊട്ടറ്റ് ഒരു ആരോ, അതുപോലെ തന്നെ പുറത്തുനിന്ന് ഉള്ളിലേക്ക് ഒരു ആരോ. അപ്പൊ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കരുത്, ഇത് നമുക്ക് പുറത്തുനിന്നുള്ള ഇതാണ്. ഇത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇരിക്കണം, അതേപോലെ ഇവിടെ ഇങ്ങനെ ഇരിക്കണം, ഇതേപോലെ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് നമുക്ക് ഈ ഫാൻ ഇത് നമുക്ക് കൂടുതലായിട്ട് കാറ്റും കൂളിങ്ങും പെട്ടെന്നാകണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 1, 2 ഈ ഒരു രീതിയിൽ ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ, അതുപോലെ തന്നെ നമ്മൾ ഇതൊക്കെ നല്ല രീതിയിൽ തുറന്നും വെക്കുക, കൃത്യമായിട്ട് നല്ല രീതിയിൽ തുറന്നും വെക്കുക. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള AC വാഹനത്തിനുള്ളിൽ ലഭിക്കുന്നതായിരിക്കും. ഇങ്ങനെ കാണുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോൾ നല്ലൊരു കോൺഫിഡൻസ് കിട്ടും. ഇറങ്ങിയ വാഹനം ഓടിക്കാൻ പേടിയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാം. ഈ ഒരു ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വരുന്ന ദിവസം മുതൽ തനിയെ വാഹനം ഓടിക്കുവാനുള്ള ട്രിക്കുകളും ടിപ്സുകളുമാണ് ഞാൻ ഈ ഒരു ദിവസം പറഞ്ഞിരുന്നത്. എന്റെ ജില്ല ഏതാണ് കരുതണ്ട, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നൽകുന്നു. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.